ത്രിപുരയിലെ അഗർത്തലയിൽ വൻ കഞ്ചാവ് വേട്ട. പോലീസ് നടത്തിയ ആന്റി നാർക്കോട്ടിക്സ് ഓപ്പറേഷനിൽ 1630 കിലോ കഞ്ചാവാണ് പിടികൂടിയത്. വിപണിയിൽ ഏകദേശം 1.6 കോടി രൂപയോളം വിലമതിക്കുന്ന കഞ്ചാവാണ് പിടികൂടിയത്. അഗർത്തലയിൽ നിന്ന് കഞ്ചാവുമായി ട്രക്ക് പുറപ്പെട്ടുവെന്ന വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഓപ്പറേഷൻ ആരംഭിച്ചതെന്ന് പോലീസ് അറിയിച്ചു. അയോധ്യ വിമാനത്താവളത്തിന്റെ സുരക്ഷ CISF ഏറ്റെടുത്തു. വരും ദിവസങ്ങളിൽ പ്രത്യേക CISF യൂണിറ്റിനെ എയർപോർട്ടിൽ വിന്യസിക്കും. ഡിസംബർ 30-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അയോധ്യയിലെ മഹർഷി വാൽമീകി അന്താരാഷ്ട്ര വിമാനത്താവളം ഉദ്ഘാടനം ചെയ്തത്. വിമാനത്താവളത്തിന്റെ സുരക്ഷയ്ക്ക് ആവശ്യമായ എല്ലാ ഘടകങ്ങളും ഉറപ്പാക്കുമെന്ന് CISF അധികൃതർ അറിയിച്ചു. ഇന്റർനാഷണൽ സ്പോർട്സ് സമ്മിറ്റ് കേരള 2024 ഈ മാസം 23 മുതൽ 26 വരെ തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്പോർട്സ് ഹബിൽ നടക്കുമെന്ന് കായിക മന്ത്രി V. അബ്ദുറഹ്മാൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സ്പോർട്സ് സമ്മിറ്റിന്റെ ഉദ്ഘാടനം 23-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. 4 ദിവസങ്ങളിലായി നടക്കുന്ന സമ്മിറ്റിൽ 20 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. ഇന്റർനാഷണൽ സ്പോർട്സ് സമ്മിറ്റിനോടനുബന്ധിച്ചുള്ള മുന്നൊരുക്ക പരിപാടികൾ 12-ന് കാസർഗോഡ് തുടക്കമാകും. കാസർഗോഡ് നിന്നും 12-ന് ആരംഭിക്കുന്ന റോഡ് ഷോ 23-ന് തിരുവനന്തപുരത്ത് എത്തിച്ചേരും. ഈ വർഷത്തെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിലേക്ക് ആലപ്പുഴ ജില്ലയിൽ നിന്നും ചെറുതന, വിയ്യപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് ക്ഷണം. 2023-ലെ ദേശീയ പഞ്ചായത്ത് രാജ് അവാർഡ് ജേതാക്കൾ എന്ന നിലയിലാണ് ഇരു പഞ്ചായത്തുകൾക്കും ക്ഷണം ലഭിച്ചത്. 1 കോടി രൂപ വീതം സമ്മാനത്തുകയുള്ള അവാർഡായിരുന്നു പഞ്ചായത്തുകൾക്ക് ലഭിച്ചത്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ശിശു ബാല സൗഹൃദ പഞ്ചായത്തായി തിരഞ്ഞെടുത്തതിനാണ് ചെറുതന ഗ്രാമപഞ്ചായത്തിന് ക്ഷണം ലഭിച്ചത്. ആൻഡമാൻ ദ്വീപുകളിൽ ഭൂചലനം. റിക്ടർ സ്കെയിൽ 4.3 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ഇന്ന് രാവിലെ ഉണ്ടായത്. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് 10 കിലോമീറ്റർ താഴെയായാണ് ഭൂചലനത്തിന്റെ പ്രഭവകേന്ദ്രം. ഈ ആഴ്ച ആദ്യത്തിൽ ഇന്തോനേഷ്യയിലെ തലൌദ് ദ്വീപുകളിൽ 6.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം അനുഭവപ്പെട്ടിരുന്നു.